കോട്ടയം വൈക്കത്ത് വള്ളം മറിഞ്ഞ അപകടം. കാട്ടിക്കുന്നിൽ നിന്ന് പാണാവള്ളിയിലേക്ക് പോയ വള്ളമാണ് മറിഞ്ഞത്. 20ഓളം പേർ വള്ളത്തിൽ ഉണ്ടായിരുന്നു. അപകടത്തിൽ ഒരാളെ കാണാനില്ല. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണോ? 20ഓളം പേർ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ ഒരാളെ കാണാനില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. മറ്റെല്ലാവരും സുരക്ഷിതരാണ് എന്ന് ഉള്ള തരത്തിലുള്ള സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ ഉണ്ടോ? ഉച്ചയ്ക്ക് 2:30യോടെയാണ് അപകടമുണ്ടായത്. പാണാവള്ളിയിലേക്ക് പോവുകയായിരുന്നു. വൈക്കത്തിനടുത്ത് കാട്ടിൽക്കുന്നിൽ നിന്ന് പാണാവള്ളിയിലേക്ക് വള്ളത്തിൽ പോയിരുന്ന ആളുകളാണ് ഈ വള്ളം മറിഞ്ഞ അപകടത്തിൽപ്പെട്ടത്. 20 പേരാണ് ഈ വള്ളത്തിൽ ഉണ്ടായിരുന്നത്. 19 പേരെ സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട്. അവർ സുരക്ഷിതരാണ്. വലിയ പരിക്കുകളൊന്നും ഇല്ല എന്നുള്ള ആശ്വാസമുണ്ട്. 3 പേരെ മാത്രമാണ് വൈക്കം ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവർക്കെല്ലാം നിസ്സാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ. ഒരാളെ മാത്രമാണ് കാണാനുള്ളത്. മുഴുവൻ പേരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ആദ്യം കരുതിയിരുന്നത്. പിന്നീട് ഈ വള്ളത്തിലുണ്ടായിരുന്ന ആളുകൾ ആരൊക്കെ എന്നത് പരിശോധിച്ചപ്പോഴാണ് ഒരാളെ കാണാനില്ല എന്നുള്ള വിവരം മനസ്സിലാക്കുന്നത്. പാണാവള്ളി സ്വദേശി കണ്ണനെയാണ് കാണാതായത്. ഈ സമീപത്തുള്ള ഒരു വീട്ടിലെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് പോവുകയായിരുന്നു ഈ വള്ളത്തിലുള്ള ആളുകൾ എല്ലാവരും തന്നെ. അങ്ങനെ പോയ ആളുകളാണ് ഈ വള്ളത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതിലധികം ആളുകൾ കയറിയപ്പോൾ അത് ശക്തമായ കാറ്റും കൂടി എത്തിയപ്പോൾ ഈ വള്ളം മറിയുകയായിരുന്നു എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അങ്ങനെ വള്ളം മറിഞ്ഞു. ഈ റോഡിന്റെ ഇരുകരകളിലേക്കും പോകുന്നതിന് റോഡ് സൗകര്യം അടക്കം ഉണ്ടെങ്കിലും കൂടുതൽ എളുപ്പത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് ഈ വള്ളത്തെ ഈ ആളുകളെല്ലാം ആശ്രയിച്ചത്. അങ്ങനെ കര പിന്തുടർന്നു വരുന്നതിനിടയിൽ ശക്തമായ കാറ്റ് വീശി. അതിശക്തമായ കാറ്റായിരുന്നു കുറച്ചു സമയം ഉണ്ടായിരുന്നത്. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ നിരന്തരം കാറ്റ് വീശുന്ന ഒരു പ്രദേശം കൂടിയാണിത്. കാറ്റ് നാശനഷ്ടങ്ങൾ വരുത്തുന്ന ഒരു പ്രദേശം കൂടിയാണ്. അങ്ങനെ അതിശക്തമായ കാറ്റ് വീശി തിരയടിച്ചു. അങ്ങനെയാണ് ഈ തോണി മറിയുന്നതും 19 പേര് മുഴുവൻ ആളുകളും വെള്ളത്തിലേക്ക് വീഴുന്നതും. പക്ഷേ കൂടുതൽ ആളുകൾക്കും ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ നീന്തലും മറ്റും അറിയാവുന്നത് കൊണ്ടും കരയിൽ നിന്നും കൂടുതൽ ആളുകൾ എത്തി രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ നടത്തുകയും ചെയ്തതുകൊണ്ട് തന്നെ 19 പേരെയും വളരെ വേഗത്തിൽ കരയിലേക്ക് കയറ്റുവാൻ സാധിച്ചു. പക്ഷേ ഒരാളെ മാത്രം കാണാനില്ല എന്നുള്ള വിവരം പിന്നീട് ലഭിക്കുകയും ഫയർഫോഴ്സും സ്കൂബ ടീമും നാട്ടുകാരും പോലീസും എല്ലാം ചേർന്നുകൊണ്ട് മണിക്കൂറുകളോളമായി ഇപ്പോൾ വ്യാപകമായിട്ടുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാണാവള്ളി സ്വദേശി കണ്ണനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിലാണ് നടക്കുന്നത്. മണിക്കൂറുകളായി തിരച്ചിൽ നടക്കുന്നു. മറ്റ് ആളുകൾക്കൊന്നും തന്നെ ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്ന 19 പേർക്കും 3 പേർക്ക് നിസ്സാരമായ പരിക്ക് മാത്രം. ബാക്കിയുള്ള ആളുകൾക്കൊന്നും തന്നെ ഈ പെട്ടെന്നുണ്ടായ ഒരു അപകടത്തിന്റെ ഭയം മൂലമുണ്ടായിരിക്കുന്ന ചില പ്രശ്നങ്ങളല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. 3 പേരെ മാത്രം ഗവൺമെന്റ് ആശുപത്രിയിൽ നിസ്സാര പരിക്കുകളോടെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഇനി കണ്ടെത്താനുള്ളത് ഈ പാണാവള്ളി സ്വദേശിയായിട്ടുള്ള കണ്ണൻ എന്നുള്ള ആളെയാണ്. കണ്ണനെ കണ്ടെത്തുന്നതിന് വേണ്ടി വ്യാപകമായ തിരച്ചിൽ കഴിഞ്ഞ മണിക്കൂറുകളായിട്ട് ഈ പുഴയിൽ നടക്കുന്നുണ്ട്. പോലീസും സ്കൂബ ടീമും മുങ്ങൽ വിദഗ്ധരുടെ സംഘവും എല്ലാം എത്തി അതിശക്തമായി വളരെ വേഗത്തിലുള്ള ഒരു തിരച്ചിൽ. ഇതിനിടയിലെ ശക്തമായ തിരമാലയും ശക്തമായ അടിയൊഴുക്ക് ഈ ഭാഗത്ത് ഉള്ളത് ഈ തിരച്ചിലിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കൂടുതൽ ആഴങ്ങളിലേക്ക് പോയി തിരച്ചിൽ നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത് തിരച്ചിലിന് പ്രതിസന്ധി ഉണ്ടാക്കുന്നു. വളരെ വേഗത്തിലുള്ള ഫയർഫോഴ്സിന്റെയും സ്കൂബ ടീമിന്റെയും നാട്ടുകാരുടെയും എല്ലാം സഹകരണത്തോടുള്ള വലിയ വേഗത്തിലുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ ഈ സമയം തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബാക്കിയുള്ളവർ ആളുകൾക്കൊന്നും തന്നെ പരിക്കുകൾ ഇല്ല. ഈ ഒരു സൗകര്യത്തിന് വേണ്ടി റോഡ് സൗകര്യം അടക്കമുണ്ടെങ്കിലും വളരെ വേഗത്തിൽ ഇരുകരകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് ഈ വള്ളത്തെ ഈ ആളുകളെല്ലാം ആശ്രയിച്ചത്. വള്ളം ഉൾക്കൊള്ളാൻ പറ്റുന്നതിലധികം ആളുകൾ ഈ വള്ളത്തിൽ കയറിയതും ഈ അപകടത്തിന് കാരണമായി എന്നുള്ള സംശയമുണ്ട്. 20 പേരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. കൃത്യമായി തന്നെ ആളുകളുടെ കണക്ക് അടക്കമുള്ള കാര്യങ്ങളിൽ ആദ്യം സംശയമുണ്ടായിരുന്നു. പക്ഷേ ആളുകളെല്ലാം തന്നെ തമ്മിൽ കണ്ടാൽ മനസ്സിലാകുന്ന ആളുകളായതുകൊണ്ടും പരിചയമുള്ള ആളുകളൊക്കെ ആയതുകൊണ്ട് തന്നെ കരയ്ക്ക് ആളുകളെ എത്തിച്ചതിന് ശേഷം ആരൊക്കെയാണ് ഈ വള്ളത്തിൽ ഉണ്ടായിരുന്നത് എന്നത് സംബന്ധിച്ച് വിലയിരുത്തലുകൾ നടത്താൻ ഈ ആളുകൾക്ക്, പ്രദേശവാസികൾക്ക് സാധിച്ചു. പക്ഷെ അങ്ങനെ നോക്കിയപ്പോഴാണ് ഒരാളെ കാണാനില്ല, വള്ളത്തിലുണ്ടായിരുന്ന കണ്ണനെ കാണാനില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതും പിന്നീട് വേഗത്തിൽ തന്നെ ഈ തെരച്ചിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വേഗത്തിലുള്ള തെരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സംഘത്തിന്റെയും പോലീസിന്റെയും നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും സ്കൂബ ടീമിന്റെയും എല്ലാം നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം ഇപ്പോൾ മണിക്കൂറുകളായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റ് ആളുകൾക്ക് 19 പേർക്കും കാര്യമായ പരിക്കുകൾ ഒന്നും ഇല്ല എന്നുള്ള ആശ്വാസവും കൂടിയുണ്ട്. ശക്തമായ കാറ്റും ഒപ്പം തന്നെ വള്ളത്തിൽ ഈ ഉൾക്കൊള്ളാൻ പറ്റുന്നതിലധികം ആളുകളെ വള്ളത്തിൽ കയറ്റിയതുമാണ് ഇങ്ങനെയൊരു അപകടമുണ്ടാകുന്നതിന് കാരണമായത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മരണാനന്തര ചടങ്ങിൽ പോകാൻ എത്തിയവരാണ്, പങ്കെടുത്ത് മടങ്ങിയ ആളുകളാണ് ഇവരെല്ലാവരും തന്നെ.
കാട്ടിക്കുന്നിൽ നിന്നും പാണാവള്ളിയിലേക്ക് തിരികെ വരികയായിരുന്ന മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത് അവിടെ ഒരു മരണ വീട്ടിലെ ചടങ്ങിൽ പങ്കെടുത്ത് തിരികെ വരികയായിരുന്ന ആളുകളാണ് ഇത്തരത്തിൽ അപകടത്തിൽ പെട്ടിരിക്കുന്നത്. എന്തായാലും വ്യാപകമായ ഒരു തിരച്ചിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. മറ്റ് ആളുകൾക്കൊന്നും തന്നെ പരിക്കുകളില്ല എന്നുള്ള ഒരു ആശ്വാസവുമുണ്ട്. രോഹിണി. ശരി മിഥുൻ, കോട്ടയം വൈക്കത്ത് വള്ളം മറിഞ്ഞ അപകടം, കാട്ടിക്കുന്നിൽ നിന്ന് പാണാവള്ളിയിലേക്ക് പോയ വള്ളമാണ് പറഞ്ഞത്. 20ഓളം പേർ വള്ളത്തിലുണ്ടായിരുന്നു. പക്ഷേ അപകടത്തിൽ ഒരാളെ കാണാനില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അയാൾക്കായുള്ള തിരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.